ഹായ് ഹലോ നമസ്കാരം. ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുന്നു. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. മനോഹരമായൊരു ലൊക്കേഷനിലാണ് കേട്ടോ ഇന്ന് നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഏതാണ്ട് ഒരു 9 കിലോമീറ്റർ മാത്രം ദൂരത്തായി കിഴക്കമ്പലം 2020 പഞ്ചായത്തിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്നത്. മനോഹരമായ ലൊക്കേഷൻ, ഫ്ലഡ് ബാധിക്കാത്ത 2018-19 കാലഘട്ടത്തിൽ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയ, പ്രകൃതി രമണീയമായ മനോഹരമായൊരു ലൊക്കേഷൻ, ധാരാളം വില്ലകളും വീടുകളെല്ലാമുള്ള നല്ലൊരു ലൊക്കേഷനിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് 4 സെൻറ്റ് 250 ലെങ്സിലാണ്. ഏതാണ്ട് 4.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2000-ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല റോഡ് ഫ്രണ്ടേജായി തന്നെയാണ്, പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജായാണ് ഈ പറയുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമൺ വാൾ നൽകിയിരിക്കുന്നു. സ്ലൈഡിങ് ഫോൾഡിങ് ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റെല്ലാം ഈ വീടിന് നൽകിയിട്ടുണ്ട്. നമ്മുടെ ലൊക്കേഷനിൽ നിന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8-9 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. എടപ്പള്ളിയിലേക്കാണെങ്കിൽ ഒരു 12ഓളം കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് 500 മീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. വലിയൊരു മുറ്റം ഈ വീടിന് അവൈലബിൾ ആണ്. അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം നൽകി തന്നെയാണ് വീടിൻ്റെ സൈഡ് വശങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. കിണർ വെള്ളമാണ് കേട്ടോ ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സായി വരുന്നത്. ഈ കാണുന്ന കിണർ വെള്ളമെല്ലാം ഒരിക്കലും വറ്റാത്തൊരു ഏരിയയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല സെക്കൻഡറി ഓപ്ഷനായി ഇവിടെ KW കണക്ഷനും അവൈലബിൾ ആണ്. വലിയൊരു മുറ്റം ഈ വീടിന് നൽകിയിരിക്കുന്നു. 2 വലിയ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. വീടിൻ്റെ മുൻവശത്തായി കടുപ്പ കല്ലുകളാണ് വെച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. ചെറിയൊരു സിറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തെ ഡോറ് 2 പാളികളായി ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടുത്തെ വുഡൻ വർക്കുകളെല്ലാം ആഞ്ഞിലി മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ലിവിങ് സ്പേസ് തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. വാളുകളിൽ പറവോളകളെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. വലിയ വെട്രിഫൈഡ് ടൈൽസുകൾ തന്നെയാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് ഈ ഒരു ഏരിയ ഒരുക്കിയിരിക്കുന്നത്. 3 ഫേസ് കണക്ഷനാണ് കേട്ടോ നമുക്ക് ഈ വീടിന് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഇലക്ട്രിക് മെറ്റീരിയൽസ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വീഗാർഡിൻ്റെ വയറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്ക് പോകാം. ഈ ഡൈനിങ് സ്പേസും ലിവിങ് സ്പേസും തമ്മിൽ പാർട്ടീഷനെല്ലാം ചെയ്തിരിക്കുന്നു. മൾട്ടിവുഡിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ, ഏതാണ്ട് ഒരു 8-10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് എല്ലാം നൽകിയിരിക്കുന്നത്. ഒതുങ്ങിയ രീതിയിൽ ഒരു കോർണറായി വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് LED പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. വളരെ മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ, എനിക്ക് തോന്നുന്നു ഒരു 8-10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. വാളുകളെല്ലാം മനോഹരമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വാൾപേപ്പറെല്ലാം നൽകി പ്രൊഫൈൽ ലൈറ്റുകളും നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ഒതുങ്ങിയ ഒരു ഏരിയയിലായി വാഷ് കൗണ്ടർ, ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ സൈഡിലേക്ക് പോയാൽ ഒരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ കൗണ്ടറല്ല, ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എല്ലാം നൽകിയിരിക്കുന്നു. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷുള്ള ടൈൽസുകളാണ് നൽകിയിരിക്കുന്നത്. കബോർഡ് വർക്കുകൾ വുഡൻ ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്ലോസി ഗ്രാനൈറ്റാണ് കിച്ചൺ ടോപ്പിനായി യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ നമുക്കൊരു വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ 2 ബെഡ്റൂമുകളാണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് ഒന്ന് പോകാം. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഫസ്റ്റ് ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഏതാണ്ട് ഒരു 12 അടി വീതിയും 14 അടി നീളവുമായാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് കേട്ടോ ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിരിക്കുന്നു. മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. LED വാം ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു.
വാർഡ്രോബ് സൗകര്യം, വലിയൊരു വാർഡ്രോബ് സൗകര്യം അവൈലബിൾ ആണ്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സെറ ബ്രാൻഡാണ് ഇതിനു വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് വാൾ ടൈൽസുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോയാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 10 അടി വീതിയും 12 അടി നീളവുമാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. മനോഹരമായ രീതിയിലാണ് ഈ ബെഡ്റൂമും ഒരുക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയിലുള്ള വാൾ ടൈൽസുകളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷിലുള്ള ടൈൽസുകളാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തെ ഇൻവെർട്ടർ യൂണിറ്റെല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. മനോഹരമായൊരു അപ്പർ ലിവിങ് ഏരിയ. ധാരാളം സ്പേസ് എല്ലാം നൽകി തന്നെയാണ് ഈ ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല സ്പേഷ്യസ് അപ്പർ ലിവിങ് ഏരിയ. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഹോം തിയേറ്റർ സ്പേസായി യൂസ് ചെയ്യാവുന്നതാണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. വലിയൊരു TV യൂണിറ്റ് അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ഇവിടെ നിന്ന് ബാൽക്കണിയിലേക്ക് ഒരു എൻട്രി വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയ നീളത്തിലുള്ള ബാൽക്കണിയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ബാൽക്കണിയുടെ ഹാൻഡ് റെയിലിനായി ടഫൻ ഗ്ലാസും സ്റ്റീലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ തേർഡ് ബെഡ്റൂമിലേക്ക് പോകാം. അതായത് ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം ഇവിടുത്തെ തേർഡ് ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. 12x14 എന്ന അളവിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ നിർമ്മിച്ച ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യങ്ങളെല്ലാം നൽകി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ ഫൈബർ മെറ്റീരിയൽസിൻ്റെ ബാത്റൂം ഡോർ നൽകിയിരിക്കുന്നു. മനോഹരമായ രീതിയിൽ ബാത്റൂമിൻ്റെ വാൾ ടൈൽസുകൾ നിർമ്മിച്ചിരിക്കുന്നു. സെറ ബ്രാൻഡാണ് കേട്ടോ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. സാനിറ്ററി ഫിറ്റിങ്സുകൾക്കായി സെറ ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. അതിനുള്ളിൽ ഈ ഒരു ഭാഗത്തായി നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഷീറ്റെല്ലാം ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് ഇതും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകി തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം നൽകി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായ ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ വീടിന് ചോദിക്കുന്ന വില 74 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.